ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB എക്സാംസിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കോർപ്പറേഷൻ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം CSEB എക്സാമിന് പ്രീവിയസ് ഇയറിന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക എന്നുള്ളതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുക എന്നുള്ളതും CSEB ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ? താഴെ തന്നിരിക്കുന്നതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, സെക്കൻഡ് വൺ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, തേർഡ് വൺ ഡെമോക്രാറ്റിക് കൺട്രോൾ, ഫോർത്ത് വൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ഒരു ചോദ്യമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി ആവർത്തിച്ച് വരുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് പഠിക്കുക എന്നുള്ളത് ICAയും അതിൻ്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വന്നത് 4 സ്റ്റേജസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റിയാണ് ഈ പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. 1860 അവർ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത്. റോക്ക്ഡെയിൽ സൊസൈറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, 1844 സ്ഥാപിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവരുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, അതുപോലെ തന്നെ ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഇത്രയുമാണ് ഈ റോക്ക്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡെമോക്രാറ്റിക് കൺട്രോളും പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ഒക്കെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടതാണ്. അല്ലാത്തത് ഏതാണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു റോക്ക്ഡെയിൽ പൈനിയേഴ്സ് സൊസൈറ്റിയാണ്. സെക്കൻഡ് സ്റ്റേജ് 1934 ICA എന്താണ് ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് എന്താണ് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കമ്മിറ്റി അത് പുനഃപരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റി എന്താണ് ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. എന്താണ് ഈ പ്രിൻസിപ്പിൾസിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല, പക്ഷേ പ്രിൻസിപ്പിൾസിന് എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും. പിന്നീട് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 1964 ICA വീണ്ടും എന്താണ് ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. 64 നമ്മളുടെ പ്രൊഫസർ DG കാർവേ ആണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയത്. ആ കാർവേ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് 1966 സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇത്രയാണ് ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് അറിയപ്പെടുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ കാർവേ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ ഉള്ള പേരിലാണ്. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ സ്റ്റേജിലെ വിയറ്റ്നാം കോൺഗ്രസിൽ വെച്ച് നടന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കാർവേ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പിന്നീട് നാലാമത്തെ സ്റ്റേജ് 1995 ഇവാൻ മാക്പേഴ്സൺ പ്രൊഫസർ ഇവാൻ മാക്പേഴ്സൺ ആണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ 7 ഡിവൈഡ് ചെയ്തു. വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഇതിലുള്ള കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി അത് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ആണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദി പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ്? കോപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ പ്രോമിനൻറ്റ് ഫീച്ചർ എന്താണെന്നാണ്. ട്രാൻസ്പെറൻസി, ഡെമോക്രസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി. കോപ്പറേറ്റീവ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഡെമോക്രസി തന്നെയാണ്, ജനാധിപത്യ രീതി തന്നെയാണ്. അപ്പോൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ് എന്ന് ചോദിച്ചാൽ ഡെമോക്രസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ആൻഡ് അഗ്രികൾച്ചർ ലോൺ ആക്ട് ടുഗെദർ നോൺ ആസ് തെക്കാവി ലോസ് ഇൻ. അതായത് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ടിൻ്റെയും അഗ്രികൾച്ചർ ലോൺ ആക്ടിൻ്റെയും തെക്കാവി ലോസിൻ്റെയും ഇയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്.
1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് എന്ന് പറയുന്നത്. 1884 അഗ്രികൾച്ചർ ലോൺ ആക്ട്. അത് രണ്ടും കൂടി അറിയപ്പെടുന്ന പേരാണ് ടക്കാവി ലോസ് എന്നുള്ളത്. 1885 അപ്പോൾ 83 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ടും 84 അഗ്രികൾച്ചർ ലോൺ ആക്ടും കൂടി പറയുന്നതാണ് ടക്കാവി ലോസ് എന്ന് പറയുന്നത്. ടക്കാവി ലോസ് എന്ന് പറയുന്ന ഇയർ 1885 നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ ഇൻക്ലൂഡ്സ്. കോർപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്നാണ്. എലിമിനേഷൻ ഓഫ് മിഡിൽമാൻ, റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പുവർ, ഇൻക്രീസിംഗ് ദ പ്രോസ്പെരിറ്റി ഓഫ് ഓൾ കമ്മ്യൂണിറ്റി, ഓൾ ഓഫ് ദീസ്. എന്താണ്? എല്ലാം കോപ്പറേറ്റീവ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഒബ്ജക്റ്റീവാണ് മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്യാമെന്നും പുവേഴ്സിൻ്റെ ഇടയിൽ, പാവങ്ങളുടെ ഇടയിൽ എക്കണോമിക് സ്റ്റാറ്റസ് റേസ് ചെയ്യുക എന്നുള്ളതും ഹോൾ കമ്മ്യൂണിറ്റിക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ദ മൊബൈൽ ATM വാൻസ് ഓഫ് വാസ് sanctioned from NABARD's Financial Inclusion Fund for demonstration of banking technology. അതായത് ആരാണ് ഈ മൊബൈൽ ATM വാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ്. കേരള ബാങ്ക്, മലബാർ ഗ്രാമീണ ബാങ്ക്, മുദ്ര ബാങ്ക്, നൺ ഓഫ് ദിസ്. കേരള ബാങ്കിൻ്റെ മൊബൈൽ ATM ആണ് വാൻസ്. അത് നബാർഡിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നബാർഡ് സാങ്ഷൻ ചെയ്തതാണ്. നബാർഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കേരള ബാങ്ക് റൺ ചെയ്യുന്ന മൊബൈൽ ATM ആണ് വാൻസ് എന്ന് അറിയപ്പെടുന്നത്. കേരള ബാങ്കും അതിൻ്റെ ഫോർമേഷനും ഒക്കെ അതിൻ്റെ ഇയേഴ്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ CSEBയുടെ നോട്ടിഫിക്കേഷൻ അടുത്ത ദിവസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വെയിറ്റ് ചെയ്യാതെ തന്നെ പഠനം നിങ്ങൾക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു ബിഗിനേഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ്. ഈ ബിഗിനേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ മത്സര പരീക്ഷകൾ, സഹകരണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മത്സര പരീക്ഷകൾ എഴുതാത്തവർക്കും അതുപോലെ തന്നെ എഴുതിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രം ദ ബേസ്, ഈ ഒരു കോർപ്പറേഷൻ്റെ ബേസ് മുതൽ നമ്മൾ എന്താണ്, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, നമ്മളുടെ ഇംഗ്ലീഷ് GK മാത്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ബേസ് മുതൽ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. ആദ്യം നിങ്ങളെന്താണ് ഒരു ഉദ്യോഗാർത്ഥി ആദ്യമായിട്ട് ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളിപ്പം HDC കോഴ്സും BCom കോർപ്പറേഷനും ഒക്കെ പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ ജസ്റ്റ് എന്താണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാംസിനും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു ക്വാളിഫയിങ് എക്സാംസ് ക്ലിയർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം പഠിച്ചവരായിരിക്കും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെയുള്ള പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് ഈ ബിഗിനേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യുന്നത് വഴി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ മൂഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളും ഒക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ചാണ് ഈ ബിഗിനേഴ്സ് ബാച്ച് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് KS കാർഡ് ബാങ്ക് ഈസ്. KS കാർഡ് ബാങ്ക് നിങ്ങൾക്കറിയാം ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന ബാങ്കാണ് KS കാർഡ് ബാങ്ക്. അതിൻ്റെ അപെക്സ് ബാങ്കാണ് KS കാർഡ് ബാങ്ക്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ് KS കാർഡ് ബാങ്ക്. അപ്പോൾ KS കാർഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ്, KS കാർഡ് ബാങ്ക് പറയുമ്പോൾ അത് ആരാണ് അതിൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രസ്റ്റി ആരാണ്, ഗ്യാരണ്ടർ ആരാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SPCS വാസ് രജിസ്റ്റേർഡ് ഓൺ. SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് എന്നാണ്. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് 30 ഏപ്രിൽ 1945 കോട്ടയമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓൾഡ് നെയിം എന്ന് പറയുന്നത് സാഹിതി സംഘം എന്നായിരുന്നു. അതാണ് പിന്നെ സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കി മാറ്റിയത്. 12 എഴുത്തുകാർ കൂടി ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത്. ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഡക്കാണ്. അത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ ന്യൂ ലൈൻ ഓഫ് ക്രെഡിറ്റ് സപ്പോർട്ട് ലോഞ്ച്ഡ് ബൈ നബാർഡ് ഇൻ 2011 ഫോർ ഫണ്ടിങ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നബാർഡ് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീം എന്താണെന്നാണ്, ക്രെഡിറ്റ് സ്കീം എന്താണെന്നാണ്. നിധയാണ്, NIDA ആണ് ഈ ഒരു നബാർഡ് ഇനിഷ്യേറ്റ് ചെയ്ത അല്ലെങ്കിൽ നബാർഡ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് സ്കീം എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് പ്രോഗ്രാമാണ്. നബാർഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്രെഡിറ്റ് പ്രോഗ്രാം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ
ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് NCUI അഫിലിയേറ്റഡ് ടു ICA. NCUI അഫിലിയേറ്റ് ചെയ്തത്, ICAയിൽ അഫിലിയേറ്റ് ചെയ്തത് ഏത് ഇയറിലാണ് എന്നാണ് ആൻസർ വരുന്നത്. 1 ജാനുവരി 1964. അതിന് മുന്നേ NCUI എന്താണെന്ന് അറിയണം. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് ഈ NCUI എന്ന് പറയുന്നത്. നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡിയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡിയാണ് ഈ NCUI എന്ന് പറയുന്നത്. 1929 NCUI സ്ഥാപിതമായത്. ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഫോർ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡിയാണ് ഈ NCUI എന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്തത് മൾട്ടി യൂണിറ്റ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. NCUIയും അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCUI ICAയിൽ അഫിലിയേറ്റ് ചെയ്തത് ജാനുവരി 1, 1964. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കേരള കോപ്പറേറ്റീവ് ഓഡിറ്റ് മാനുവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ. കേരള കോപ്പറേറ്റീവ് ഓഡിറ്റ് മാനുവൽ പബ്ലിഷ് ചെയ്തത് 1983. എന്താണ് ഓഡിറ്റ് മാനുവൽ എന്നും ആരാണത് പ്രിപ്പയർ ചെയ്യുന്നത്, എത്ര വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് നമ്മളുടെ CSEB എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്